ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ്. പക്ഷേ അദ്ദേഹം വിചാരിക്കുന്നത് താനാണ് ലോകത്തിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ ഭരണാധികാരി എന്നാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഓരോ ദിവസത്തെ പ്രസ്താവനകളും നീക്കങ്ങളും കാണുമ്പോൾ ചിരിക്കണോ, കരയണോ, പ്രതിരോധിക്കണോ, എതിർക്കണോ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണ് ലോകരാജ്യങ്ങളും ആ രാജ്യങ്ങളിലെ നേതാക്കന്മാരും. തികച്ചും ഭ്രാന്തമായ നീക്കങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. പക്ഷേ ഈ ഭ്രാന്തൻ നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു പദ്ധതിയുണ്ട് എന്ന് ചിന്തിക്കുന്നവരും വളരെയധികമാണ്. എന്തായാലും ലോകക്രമം പൂർണ്ണമായിട്ട് മാറുകയാണ്. അത് ലോകത്തിന് ഒരുപക്ഷെ ഗുണകരമായേക്കാം, അല്ലെങ്കിൽ വളരെ വിനാശകരമായ പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചേക്കാം. ഏതർത്ഥത്തിൽ നോക്കിയാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും ഇത് ആശങ്കയുടെ ഒരു ഘട്ടമാണ്. യഥാർത്ഥത്തിൽ ഈ നയതന്ത്രം എന്നൊക്കെ പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പകുതി നയവും ബാക്കി തന്ത്രവുമാണ്. നയവുമില്ല, തന്ത്രവുമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഓരോ നീക്കങ്ങളും നടക്കുന്നത്. നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായ 2 സംഭവങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ചിരിക്കണോ കരയണോ എന്നറിയില്ല എന്ന്. നോർവേയുടെ പ്രധാനമന്ത്രിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയച്ചിരിക്കുന്ന ഒരു കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ കത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കത്തുണ്ട് എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു കത്ത് ആരെങ്കിലും കാണിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കത്ത് എഴുതില്ല, അത് കൃത്രിമമാണെന്നാണ് ആൾക്കാർ പറയുക. ഈ കത്ത് പോലും പലരും തുടക്കത്തിൽ കരുതിയത് കൃത്രിമമാണ് എന്നാണ്. പക്ഷേ ഇത് കൃത്രിമമല്ല. യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ഈ കത്ത് എഴുതുകയും നോർവേയുടെ പ്രധാനമന്ത്രിയെ വിളിച്ച് താൻ ഇങ്ങനെ ഒരു കത്ത് അയച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. ആ കത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ രസകരമാണ്. എന്തായാലും ഞാൻ ഗ്രീൻലാൻഡ് ആക്രമിച്ച് കീഴടക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. കാരണം എനിക്കെന്തായാലും നിങ്ങളാരും നോബൽ പ്രൈസ് ഒന്നും തന്നില്ല. നോബൽ പ്രൈസ് തരാത്തതുകൊണ്ട് എനിക്ക് ലോകത്ത് സമാധാനം ഇങ്ങനെ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അമേരിക്കയ്ക്ക് വേണ്ടി ഗ്രീൻലാൻഡ് കീഴടക്കും എന്നുള്ള ഭീഷണിയാണ് ആ കത്തിലുള്ളത്. ഇതാണ് പറയുന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് ചെയ്യുമെന്ന്, എന്ത് പറയുമെന്ന്, എന്ത് ചിന്തിക്കുമെന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ 2ാമത്തെ ഒരു ഉദാഹരണം ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ഈ സമാധാന സമിതി എന്നും പറഞ്ഞ് ഇദ്ദേഹം ഒരു ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബോർഡ് ഓഫ് പീസിൽ ഫ്രാൻസ് ചേരണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തതുകൊണ്ട് മാക്രോണിനെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ 200% അധിക നികുതി ചുമത്തുമെന്ന്. ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കാൻ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ ശ്രമിക്കുന്നതുകൊണ്ട് അവർക്കുമുണ്ട് യഥാർത്ഥത്തിൽ 10% അധിക നികുതി താരിഫ് ഇദ്ദേഹം അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ലോകത്തെ മുഴുവൻ ശത്രുമിത്ര ഭേദമന്യേ വെറുപ്പിച്ചുകൊണ്ടാണ് ട്രംപിൻ്റെ ഈ മുന്നേറ്റം. ഇങ്ങനെ ഒരു നീക്കങ്ങൾ ഇങ്ങനെ തുടരുമ്പോൾ എന്താണ് ലോകത്ത് സംഭവിക്കുന്നത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ട്രംപിൻ്റെ ഈ ഭ്രാന്തൻ നയങ്ങൾ അമേരിക്കയ്ക്കുള്ളിൽ പോലും വലിയ തോതിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ട്രംപിൻ്റെ ക്യാബിനറ്റിൽ പോലും അത് വിഷയമായിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ സെനറ്റർമാർക്കിടയിൽ വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെക്കുള്ളിൽ തന്നെ ഇതൊരു ആഭ്യന്തര വിഷയമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് ലോകക്രമത്തെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ലോകക്രമത്തെ എങ്ങനെ മാറ്റും, അത് ഗുണകരമാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത്, ഇതെല്ലാം വ്യാപാരം കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലാദ്യത്തേത് യൂറോപ്യൻ യൂണിയനും ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ ഒപ്പിടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 25 വർഷങ്ങളായി ചർച്ചകൾ പോലും നടക്കാതിരുന്ന, ചർച്ചകൾ സ്തംഭനാവസ്ഥയിലായിരുന്ന ആ ഒരു സ്ഥിതി മാറിയിട്ടാണ് യൂറോപ്യൻ യൂണിയനും ബ്രസീല്, പരാഗ്വേ, അർജന്റീന, ഉറുഗ്വേ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാറിൽ ഏർപ്പെടാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഒരു വ്യതിയാനമാണ് അവരുടെ നടപടിയിൽ, അവരുടെ നിലപാടിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് സ്വതന്ത്രമാകാനുള്ള യൂറോപ്യൻ യൂണിയൻ്റെ നീക്കങ്ങളുടെ ആദ്യത്തെ പ്രതിഫലനമാണ് ഈ പറയുന്ന ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് ഡയറക്റ്റ് ബന്ധം വെക്കുക എന്ന് പറയുന്നത്. അത് ചെറിയ കാര്യമല്ല. കാരണം ഈ വ്യാപാര കരാർ യഥാർത്ഥത്തിൽ നിലവിൽ വന്നാൽ ഇത്
നിലവിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചർച്ചകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ആ കരാർ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വിഭാഗം ജനങ്ങളെ, ഏതാണ്ട് 700 മില്യൺ എന്നാണ് പറയുന്നത്, ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ കവർ ചെയ്യുന്ന ഒരു ട്രേഡ് എഗ്രിമെൻ്റായിട്ട് അത് മാറും. കാരണം ഈ രാജ്യങ്ങളിലെ ജനസംഖ്യ എല്ലാം കൂടി ചേരുമ്പോൾ. അപ്പോൾ ഇതൊരു വളരെ ശക്തമായ സ്വതന്ത്രമായ ഒരു വ്യാപാര പങ്കാളിത്തമാകും. അതും അമേരിക്കയുടെ മൂക്കിന് താഴെ. അത് ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളുടെ കാര്യമാണെങ്കിൽ, മറ്റൊരിടത്ത് യൂറോപ്യൻ യൂണിയനും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും തമ്മിൽ, ദക്ഷിണേഷ്യൻ രാജ്യങ്ങളും തമ്മിലും ഈ വ്യാപാര കരാർ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ സിംഗപ്പൂര്, വിയറ്റ്നാം, ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാറിൽ ഏർപ്പെടുന്നുണ്ട്. അവിടെയും യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിൽ നിന്ന് അകലുകയാണ്, അല്ലെങ്കിൽ അവർ സ്വതന്ത്രമായി അവരുടെ വ്യാപാര ബന്ധങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ തുടക്കമായിട്ട് ഇതിനെ കാണാം. ഇതും അമേരിക്കയ്ക്ക് ഒരു വലിയ തിരിച്ചടിയാണ്. ഇനി മൂന്നാമത്തെ കാര്യം കാനഡയാണ്. കാനഡയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ദീർഘകാല പാർട്ട്ണർ, പങ്കാളി എന്ന് പറയാം. കാനഡ യഥാർത്ഥത്തിൽ ഒരിക്കലും അവർ ചിന്തിച്ചിട്ട് പോലുമില്ല അമേരിക്കയിൽ നിന്ന് വേറിട്ടുള്ള ഒരസ്തിത്വം. മറ്റൊരു രാജ്യമാണ്, പക്ഷേ ഒരു പങ്കാളിയാണ്. എല്ലാ അർത്ഥത്തിലും അമേരിക്കയുമായിട്ട് വ്യാപാര എക്കണോമിക്, സാമ്പത്തിക ബന്ധങ്ങളുള്ള ഒരു രാജ്യമാണ് കാനഡ. കാനഡയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ 75% പൊക്കൊണ്ടിരുന്നത് അമേരിക്കയിലേക്കാണ്. ഇതിനും മാറ്റം വരാൻ പോവുകയാണ് ട്രംപിൻ്റെ ഈ ജൽപ്പനങ്ങളും ട്രംപിൻ്റെ ഈ രീതികളും കാരണം. കാനഡയെ അനെക്സ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഗ്രീൻലാൻഡിനെ കൈയടക്കുക, അല്ലെങ്കിൽ അതുപോലെ ഇറാനെ ഭീഷണിപ്പെടുത്തുക, അതുപോലെ വെനിസുലയെ ഭീഷണിപ്പെടുത്തുന്ന പോലല്ല. കാനഡ ഓൾറെഡി ഞങ്ങളുടെ ഭാഗമാണ്, ഞങ്ങളുടെ കൂടെ അങ്ങ് ചേർക്കുകയാണ്, അമേരിക്കയുടെ മറ്റൊരു സംസ്ഥാനമായി ഞങ്ങൾ കാനഡയെ ചേർക്കുമെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. അത് കാനഡയ്ക്കുള്ളിൽ വലിയ തോതിൽ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്, വലിയ തോതിൽ ട്രംപിനെതിരെ രോഷമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കാനഡയും പതുക്കെ അമേരിക്കയുടെ കൈപ്പിടിയിൽ നിന്ന് വഴുതി മാറി അവരും സ്വതന്ത്രമായിട്ട് മറ്റ് രാജ്യങ്ങളുമായി നേരിട്ട് വ്യാപാര കരാറുകളിലും അവരുടെ നിലനിൽപ്പിന് അത് ആവശ്യമാണ് എന്ന തിരിച്ചറിവ് കാനഡയ്ക്കും ഉണ്ടായിട്ടുണ്ട്. ഈ 3 ഘട്ടങ്ങൾ, അതായത് യൂറോപ്യൻ യൂണിയൻ ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നു, അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ തന്നെ ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നു. കാനഡ അമേരിക്കയുടെ കൈപ്പിടിയിൽ നിന്ന് മാറി സ്വതന്ത്രമായി വ്യാപാര കരാർ, അവരുടെ വ്യാപാര ബന്ധങ്ങൾ അവർ വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചും അവർ തീരുമാനമെടുത്തിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ കാനഡയുടെ ഫോറിൻ മിനിസ്റ്റർ, വിദേശകാര്യ വകുപ്പ് മന്ത്രി അനിത ആനന്ദ്, അവരൊരു ഇന്ത്യൻ വംശജയാണ്. അനിത ആനന്ദ് കഴിഞ്ഞ ദിവസം ചൈനയിലെത്തി ബീജിങ്ങുമായിട്ടും ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് അമേരിക്കയിൽ നിന്ന് ഈ രാജ്യങ്ങൾ, സഖ്യരാജ്യങ്ങളായാലും അല്ലാതെയുള്ള രാജ്യങ്ങളായാലും അകലുന്നു. ഇതിൻ്റെ ഫലം ആർക്കാണ് എന്ന് ചോദിച്ചാൽ അനിത ആനന്ദിൻ്റെ ഈ ഒരു സന്ദർശനത്തിൽ അതിൻ്റെ ഉത്തരമുണ്ട്. ഇതിൻ്റെ എല്ലാം ഗുണഫലം എടുക്കാൻ പോകുന്നത് ചൈനയാണ്. ഇതിൻ്റെ എല്ലാം ഗുണമുണ്ടാകാൻ പോകുന്നത് ചൈനയ്ക്കാണ്, ഈ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഈ ഭ്രാന്തൻ നയങ്ങൾ കാരണം. ഈ അവസരം ചൈന കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചൈന കഴിഞ്ഞ ആഴ്ച ബ്രസൽസുമായിട്ട്, അതായത് ബെൽജിയവുമായിട്ട് ചർച്ച നടത്തി അവരും ചൈനയും തമ്മിൽ ഇലക്ട്രോണിക് വെഹിക്കിളിൻ്റെ കാര്യത്തിൽ നിലനിന്നിരുന്ന, അതിൻ്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ ചൈന തന്നെ മുൻകൈയെടുക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ലോകക്രമത്തിൽ തന്നെ വലിയൊരു മാറ്റം വരികയാണ്. ഇതൊരു കണക്കിൽ ഗുണമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ലോകക്രമം എന്ന് പറയുന്നത് ഏകധ്രുവം എന്നുള്ളതിൽ നിന്ന്, അതായത് അമേരിക്കയിലാണ് ലോകത്തിൻ്റെ മുഴുവൻ പോളിസിയും ലോകത്തിൻ്റെ മുഴുവൻ അജണ്ടയും സെറ്റ് ചെയ്യുന്നത് എന്നുള്ള സ്ഥിതിയിൽ നിന്ന് മാറി ഇതൊരു ബഹുധ്രുവ ലോകത്തിലേക്ക് മാറുകയാണ്. അതായത് പല അധികാര കേന്ദ്രങ്ങൾ, പല അധികാര ശക്തികൾ, പല സാമ്പത്തിക ശക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതിൽ തീർച്ചയായിട്ടും ഭാരതമുണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട്, ബ്രസീലുണ്ട്, അങ്ങനെ നിരവധി ഉയർന്നു വരുന്ന സാമ്പത്തിക ശക്തികളുണ്ട്, ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക ശക്തികളുണ്ട്. ഇവിടെയെല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു ലോകക്രമമായിരിക്കും, ഒരു രാജ്യത്തിൻ്റെ മടിയിലുള്ളതായിരിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണഫലം. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഗുണവും ദോഷവുമുണ്ട്. എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞു നിർത്തിയ കാര്യമാണ്. ഭാരതം ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി മാറുമ്പോൾ ഭാരതത്തിന് ബന്ധം വെക്കാവുന്ന, വ്യാപാര ബന്ധം വെക്കാവുന്ന
കേന്ദ്രങ്ങൾ ഒന്നിൽ കൂടുതലാണ്. ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം മൾട്ടി ചോയ്സ് ഉണ്ടാകും. പല രാജ്യങ്ങളുമായി നമ്മൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ വലിയ തോതിൽ വ്യാപാര ക്രമങ്ങൾ നടത്താൻ സാധിക്കും. ഇപ്പോൾ തന്നെ ഭാരതം വളരെ നിശബ്ദമായി ഈ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ട്രംപിൻ്റെ പ്രസ്താവനകൾക്ക് മറുപടി കൊടുക്കാതെ, ട്രംപിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാതെ ഭാരതം വളരെ സൈലൻ്റായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ മാറുന്ന ലോകക്രമത്തെക്കുറിച്ചുള്ള ബോധ്യം ഭാരതത്തിനുള്ളതുകൊണ്ടാണ്. യൂറോപ്യൻ യൂണിയനും അങ്ങനെ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ യൂണിയൻ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധം വെക്കുന്നു, പുതിയ വ്യാപാര സാധ്യതകൾ തുറക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളൊന്നും തന്നെ ട്രംപിൻ്റെ പ്രസ്താവനകൾക്കെതിരായിട്ട് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നേരത്തെ യൂറോപ്പിനെ സംബന്ധിച്ച് പലരും പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് യൂറോപ്പിൽ ഒരിക്കലും ഒരു ഐക്യം ഉണ്ടായിട്ടില്ല, രാജ്യങ്ങൾക്ക് കൃത്യമായ ഒരു പോളിസി ഇല്ല, രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പിന്നെ പൊതുവെ അവരൊരു സുഖിമാന്മാരായിട്ട് മാറിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ധാരണകളുണ്ടായിരുന്നു. ആ ധാരണകളൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് ഇപ്പോൾ യൂറോപ്പ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വളരെ ബുദ്ധിപൂർവമായ ഡിസിഷൻസാണ് വ്യാപാര രംഗത്ത് എടുക്കുന്നത്. അത് ട്രംപ് കാരണമാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഒരു ഗുണപരമായ മാറ്റം യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിട്ടുണ്ട്. ഭാരതം പോലെ ഉയർന്നു വരുന്ന സാമ്പത്തിക ശക്തികൾക്കും ഇതുകൊണ്ട് ഗുണമാണ്. ഇനി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ദോഷം, അല്ലെങ്കിൽ എന്താണ് ഒരു ആശങ്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയുടെ മുന്നേറ്റമായിരിക്കും. കാരണം ചൈന എല്ലാ രംഗങ്ങളിലും ഇനി മുന്നേറാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം ചൈനയെ ഒറ്റപ്പെടുത്തുക, ചൈനയെ മാറ്റി നിർത്തുക, ചൈനയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ജനാധിപത്യമല്ലാത്തതുകൊണ്ട് ചൈനയെ എപ്പോഴും സംശയത്തോടെ വീക്ഷിക്കുക, ഇത്തരം കാര്യങ്ങളായിരുന്നു ലോകത്തിൻ്റെ മുഴുവൻ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. കാരണം ചൈന, നമുക്കറിയാം ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമാണെന്ന്. എങ്കിൽ പോലും ഈ അമേരിക്കയുടെ ഈ താരിഫ് യുദ്ധത്തെക്കാൾ ഭേദം ചൈനയാണ് എന്ന് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ കാര്യം എടുക്കുമ്പോൾ നമ്മൾക്ക് അതിർത്തി തർക്കങ്ങളുള്ള, നമ്മളുടെ വളർച്ച, നമ്മളുടെ ഉയർച്ച തൊട്ടടുത്ത രാജ്യമായതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഭാരതത്തിൻ്റെ ഒരു വളർച്ചയും ഉയർച്ചയും അത്ര സന്തോഷത്തോടെ കാണുന്ന ഒരു രാജ്യമല്ല ചൈന എന്നുള്ളത് വളരെ കൃത്യമാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഡീഷണലായിട്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഭാരതം വലിയ തോതിൽ ചൈനയുടെ ഒരു നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ചൈനയേക്കാൾ കൂടുതൽ ആക്സെപ്റ്റൻസ് ഭാരതത്തിനാണ്. പക്ഷേ ഇരു കൂട്ടർക്കും അവരുടെ ഗുണങ്ങളും അല്ലെങ്കിൽ അവരുടെ ശക്തിയും ദൗർബല്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് വലിയൊരു കോമ്പറ്റീഷൻ വരുന്നില്ലെങ്കിലും ഭാരതം ഒരു ലോകശക്തിയായിട്ട് മാറുന്നത്, ഒരു പൊളിറ്റിക്കൽ പവറായിട്ട്, ഒരു ഗ്ലോബൽ പൊളിറ്റിക്കൽ പവറായിട്ട്, ഗ്ലോബൽ എക്കണോമിക് പവറായിട്ട് മാറുന്നത് ചൈനയ്ക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള പണി ചൈന തീർച്ചയായിട്ടും നമ്മളുടെ രാജ്യത്ത് ചെയ്യാൻ ശ്രമിക്കും, രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാറുന്ന ലോകക്രമത്തിൽ ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. പക്ഷേ ലോകം മാറുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നയതന്ത്രം എന്ന് പറയുന്നത് വെറും ഒരു കുട്ടിക്കളിയായിട്ട് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പലപ്പോഴും വിദേശകാര്യ വിദഗ്ധരൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ലോകത്തുണ്ടാകാൻ പോകുന്ന ഒരു വലിയ ഡിസാസ്റ്റർ, വലിയൊരു ദുരന്തം എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മതഭ്രാന്തൻ്റെ, അതായത് അഫ്ഗാനിസ്ഥാനിലെയോ സിറിയയിലെയോ പാകിസ്ഥാനിൽ തന്നെ ഉള്ള മതഭ്രാന്തന്മാരുടെ കയ്യിൽ ഈ ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ അതിൻ്റെ ആക്സസ് ലഭിക്കുക എന്നുള്ളതാണ് ഒരു വലിയ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ട് പലരും ചൂണ്ടിക്കാണിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമായ നോർത്ത് കൊറിയയുടെ കാര്യത്തിലും ഈ അണുബോംബിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭീഷണി എല്ലാവരും ആശങ്ക പങ്കുവെക്കുന്ന ഒരു വിഷയവുമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഇപ്പോൾ ട്രംപിൻ്റെ ഈ നീക്കങ്ങളും പ്രവചനാതീതമായ നീക്കങ്ങളും അതുപോലെ പ്രസ്താവനകളും ലോകത്ത് വലിയ തോതിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഭരണാധികാരികൾക്കിടയിലും വലിയ തോതിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അത് ശത്രുമിത്ര ഭേദമന്യേ എന്നുള്ളതാണ് അടിവരയിട്ട് പറയേണ്ട വസ്തുത. പക്ഷേ ഈ വസ്തുതകൾക്കിടയിലും ഈ മാറ്റങ്ങൾക്കിടയിലും നമ്മൾക്ക് ഗുണകരമായ കുറേ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. നമസ്കാരം.